അൻവർ എന്ത് നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് UDF അനുകൂലമായിരിക്കും. അൻവറിൻ്റെ രാജി തന്നെ UDF നടത്തിയിട്ടുള്ള ഒരു ആലോചനയുടെ ഭാഗമാണ്. അതുകൊണ്ട് അൻവർ എടുക്കുന്ന നിലപാടെല്ലാം UDF സഹായകരമായ നിലയിലാണ് വരിക. അതിൽ ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്ന പ്രശ്നം ഇല്ല. അത് ഞങ്ങൾ നേരത്തെ ഒരു അടഞ്ഞ അധ്യായമായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ആ പ്രശ്നങ്ങൾ ഇനി റീഓപ്പൺ ചെയ്യേണ്ട പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉദിക്കുന്നില്ല. ഇത് ഏതെങ്കിലും ഇത് രണ്ട് മുന്നണി ഇപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണി അടിസ്ഥാനത്തിലാണല്ലോ മത്സരം വരിക. ഇനി BJP നേതൃത്വം കൊടുക്കുന്ന NDAയുടെ മുന്നണി സ്ഥാനാർത്ഥി ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മുന്നണി രാഷ്ട്രീയം ഉയർത്തുന്ന ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളെന്ത് അത് ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ അംഗീകാരം നേടാനാണ് ഞങ്ങൾ ശ്രമിക്കുക. അതെല്ലാ കാലത്തും അങ്ങനെയാണ് നടത്തിയിട്ടുള്ളത്. ഈ ഇലക്ഷനിലും അതങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കേരളത്തിൽ മാറി വന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ പുലർത്തുന്നത്. അത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ അവർ സംസാരിച്ചില്ലേ. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഈ ചേലക്കര മണ്ഡലത്തിൽ അവർ ഉറപ്പിച്ചതാണല്ലോ പരാജയം. ഇടതുപക്ഷ ജനാധിപത്യ പരാജയം അവിടെ ഉറപ്പിച്ചതാണല്ലോ. ചേലക്കര പാലക്കാടും ചേലക്കരയും ഒരേപോലെയല്ല. ചേലക്കര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈവശം ഉണ്ടായിരുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൻ്റെ വിജയമാണ്. ഒരിക്കലും കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായ പ്രതികരണം ഇല്ല. LDF ഗവൺമെൻറ്റിനെതിരായ പ്രതികരണം കേരളത്തിലില്ല. ജനങ്ങൾ പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ യോജിപ്പാണ്. ആ ഫലമാണ് ചേലക്കരയിൽ പ്രകടനം. അതുകൊണ്ട് ചേലക്കരയും പാലക്കാട് ഒരുപോലെയല്ല. ചേലക്കരയ്ക്ക് വ്യത്യാസമുണ്ട്. ചേലക്കര അന്ന് ചേലക്കര പരാജയം ഉറപ്പാക്കാൻ വേണ്ടി പ്രവർത്തിച്ചതല്ലേ, തോറ്റിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് നിലമ്പൂർ അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡല്ല. ഇടതുപക്ഷ ജനാധിപത്യം ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. അത് ഓരോ സന്ദർഭത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവിടെ ഈ തവണ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ നില വെച്ച് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻതോതിൽ വിജയം നേടും എന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ആ നിലയ്ക്കാണ് വിജയത്തിൻ്റെ പ്രതീക്ഷ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്.